ഉള്ള ഫിഷാണ്. കാണുന്നുണ്ടോ? ബട്ടർഫ്ലൈ ഒന്ന് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ചാരിയിട്ട് തന്നെ ഒന്നും കൂടി ഉണ്ട്. രണ്ടെണ്ണം ഇല്ലേ. പിന്നെ ഒന്ന് അവിടെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തായി തുടങ്ങി. ഉണ്ടോ? അവിടെ കണ്ടില്ലേ ഒരു പുള്ളി ആ വൈറ്റിൻ്റെ നേരെ ബാക്കിലുള്ളതാണ് കാണാൻ. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് റീകവർ ചെയ്ത് കിട്ടാം. പക്ഷേ ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചാൽ, ഇതിൻ്റെ മുന്നേ എനിക്ക് ഒന്ന് അനുഭവം ഉണ്ടായതാണ് ഇതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഒന്നത് വെച്ച് നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു കേടിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്നുണ്ട്. പിന്നെ നമ്മളത് കണ്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വാട്ടർ നിർത്തിയിരിക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വാട്ടർ നിർത്തിയിരിക്കുന്നത്. പിന്നെ വാട്ടറിൻ്റെ ക്ലിയർ ഉണ്ടോ? അപ്പോൾ പിന്നെ ഇതിൽ ഫിൽറ്റർ ഇതാണ്ടോ, ഇത് ബയോറിങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ഫിൽറ്ററുകളാണ്. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബയോറിങ് ഉണ്ട്, കരിയുണ്ട്, അങ്ങനെയുള്ള 2 ഫിൽറ്റർ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 2 ഫിൽറ്ററാണ്. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ആ ഒരു മോട്ടറിൻ്റെ ഉള്ളിൽ അതും ഫിൽറ്റർ തന്നെയാണ്. ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഉണ്ട്, ബയോറിങ് അങ്ങനെയുള്ളതുമുണ്ട്. പിന്നെ ഇതിൽ മണലുണ്ട് കേട്ടോ. ഇത് സാധാ മണലാണ്, വേറെ ഉള്ളതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ചതാണ്. അതേമാതിരി ഇത് മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം എന്താണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഇതുവരെയായിട്ട് നമ്മളെ ടാങ്കിൽ കണ്ടാ ഫിഷ് വരുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. കാരണം റീകവർ ചെയ്ത് കിട്ടി. മറ്റേത് തീരെ കിട്ടൂലെന്ന് കരുതിയായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് അങ്ങനെ അവരാണ് സേവായി. ഒന്ന് അത് അതിൻ്റെ അടിയിൽ കൂടി കിടക്കുന്നുണ്ടെന്ന് ഉണ്ടോ, ആ പുല്ലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്ന് എന്താ. അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് സേവായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഏഞ്ചലിനെ ഞാൻ ഓന് കൊടുക്കാതെ ഈ റെഡ് പാരറ്റ് ഫിഷിനെ 2 എണ്ണം ഇതും അതും ഞാൻ ഓന് മേലെ കൊണ്ടുപോകാൻ പറയണം. ബാക്കി 2 എണ്ണം മഞ്ഞ 2 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിവിടെ വെച്ചിട്ട് മറ്റൊരു മേലെ കൊണ്ടുപോകാൻ പറയണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ ശരി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഫിഷിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ പിന്നെ എപ്പോഴും വരും. ഓരോ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതും. ടാങ്ക് ക്ലീനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ ചേഞ്ചിങ്, അങ്ങനെ വാട്ടർ ചേഞ്ചൊന്നും അങ്ങനെ വരലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാട്ടർ വല്ലാതെ സ്മെല്ലടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വാട്ടർ മാത്രം ഒന്നാണ്ട് ചെറുങ്ങനെ ഒന്നാണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താണ്ട് കുറച്ച് എന്താണ് ഇത് നമ്മളെ മറ്റേതാണ് ഉണ്ടോ, ഇതൊന്നാണ്ട് ഒറ്റിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇത് മെത്തലിൻ ബ്ലൂ ആണ്. അപ്പോൾ മെത്തലിൻ ബ്ലൂ ഉണ്ട്, പിന്നെ വൈറ്റും യെല്ലോ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ടാങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സ്പോഞ്ച് ഫിൽറ്ററുകൾ ഉള്ളതുകൊണ്ട്, അതേമാതിരി മറ്റുള്ള ഫിൽറ്ററുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വെച്ചാൽ അതിലുള്ള ബെനിഫിഷ്യറി ബാക്ടീരിയാസ് ഡെഡായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷിനെ നമുക്ക് കെയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഹോസ്പിറ്റൽ ടാങ്കിൽ ഇട്ടാണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വല്ല ഫംഗൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ ഐഡ് ചെയ്തിടാം. അല്ലാതെ ഇപ്പോൾ ഈ ചെറിയ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് എടുക്കാനുള്ളതുള്ളൂ. ഉണ്ടോ? അപ്പോൾ അവർ ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. ഉണ്ടോ? അവിടെ അതിൻ്റെ പുല്ലിൻ്റെ ഉള്ളിലുണ്ട് ഒരാൾ. ഉണ്ടോ? ഒരാൾ ഇവിടെ ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. ഉണ്ടോ? എന്താണ് ആ ഫിഷ് ബട്ടർഫ്ലൈ. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, എന്നാൽ ശരി.